അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മൈക്രോ എക്കണോമിക്സ് എന്നുള്ള നമ്മുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമുക്കിനി പഠിക്കുവാനുള്ളത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതാണ്. കൺസ്യൂമർ എന്നാൽ എന്താണ് എന്ന് നമുക്കറിയാം. മലയാളത്തിൽ നമ്മളതിനെ ഉപഭോക്താവ് എന്നാണ് പറയാറുള്ളത്. മലയാളത്തെക്കാളും നമുക്ക് പറയാൻ സൗകര്യം ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും അല്ലേ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം വാങ്ങിക്കുന്ന ആളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സർവീസ് ഉപയോഗപ്പെടുത്തുന്ന ആളെക്കുറിച്ചാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയാറുള്ളത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുകയാണ്? കടയിലേക്ക് പോയിട്ട് ഒരു ബിരിയാണി വാങ്ങിക്കുകയാണ് എങ്കിൽ നമ്മൾ ആ ബിരിയാണിയുടെ കൺസ്യൂമറാണ് എന്നർത്ഥം. ഏതായിരുന്നാലും തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റം അത് എങ്ങനെയുള്ളതായിരിക്കും എന്നിത്യാദി കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു പാഠമാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലേ. ഏതായിരുന്നാലും നമ്മളൊക്കെ അങ്ങാടിയിലേക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെയുള്ള അധിക സാധനങ്ങളും നമുക്ക് ആവശ്യവുമുണ്ടാകും അല്ലേ. എന്നാൽ നമ്മുടെ കയ്യിലുള്ള കാശിൻ്റെ കുറവനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? നമ്മുടെ ആഗ്രഹങ്ങളെയും കുറയ്ക്കേണ്ടി വരുന്നു. ഏതായിരുന്നാലും നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? ചിലപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അല്ലേ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. പ്രോബ്ലം ഓഫ് ചോയ്സ്. ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ്സിലെ മുസമ്മിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് സ്വന്തം കുഞ്ഞുമായിട്ട് എന്ത് ചെയ്യാണ്? അങ്ങാടിയിലേക്ക് പോവുകയാണ്. തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അവനുള്ളത്. ഏതായിരുന്നാലും അങ്ങാടിയിലേക്ക് എത്തി, കളിപ്പാട്ടമൊക്കെ വിൽക്കുന്ന കടയിലേക്ക് എത്തി. ആ അവസരത്തിൽ അവിടെ കാണുന്ന എല്ലാ വസ്തുക്കളും ആർക്കാവശ്യമുണ്ടാകും? ഈ മുസമ്മിലിൻ്റെ കുഞ്ഞിനാവശ്യമുണ്ടാകും അല്ലെ. മുസമ്മിലിൻ്റെ പോക്കറ്റിൽ എത്ര കാശുണ്ട് എന്നോ, അല്ലെങ്കിൽ മുസമ്മിലിൻ്റെ കാശിൻ്റെ ആ നോട്ടിൻ്റെ കളർ എന്താണ് എന്നൊന്നും ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അവൻക്ക് എന്ത് കിട്ടിയാൽ മതി? അവൻ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയാൽ മതി എന്നർത്ഥം. അപ്പോൾ നേരെ കടയിലേക്ക് പോകുമ്പോൾ എന്ത് കാണുന്നു? ഒരു സൈക്കിൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സൈക്കിൾ ആ കുഞ്ഞിന് ആവശ്യമുണ്ടാകും. കുറച്ചുകൂടി കഴിയുമ്പോൾ നിലത്തേക്കിട്ടാൽ ലൈറ്റ് കത്തുന്ന പന്ത് കാണുന്നു. അപ്പോൾ അതും കുഞ്ഞിന് ആവശ്യമുണ്ടാകും. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ വിടുന്ന കാറ്, ബസ് പോലത്തെ കുറേ വാഹനങ്ങൾ അവൻ കാണുന്നു. അപ്പോൾ അതും അവന് ആവശ്യമുണ്ടാകും. അങ്ങനെ ആ കടയിൽ ഉള്ള ആ കടക്കാരനല്ലാത്ത എല്ലാ കാര്യങ്ങളും ആർക്കാവശ്യമുണ്ടാകും? ഈ മുസമ്മിലിൻ്റെ കുഞ്ഞിനാവശ്യമുണ്ടാകും അല്ലേ. എന്നാൽ ഓരോന്ന് പറയുമ്പോഴും മുസമ്മിൽ എന്ത് ചെയ്യും? തൻ്റെ പോക്കറ്റിലേക്ക് നോക്കും. അതിനെല്ലാം ഉള്ള കാശ് അവനില്ല എന്ന് മുസമ്മിലിനറിയാം അല്ലേ. അപ്പോൾ അവന് പിന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നു? തൻ്റെ കയ്യിലുള്ള കാശ് അനുസരിച്ച് എന്തെല്ലാം സാധനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആ സാധനങ്ങളെ കൊണ്ട് തൻ്റെ മകന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുള്ള ഒരു കാര്യമായിരിക്കും പിന്നീട് മുസമ്മിലുണ്ടാവുക അല്ലേ. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളെയാണ് അവൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എന്നർത്ഥം. പിന്നെ അടുത്തത് ആമുഖത്തിൽ തന്നെയുള്ള മറ്റൊരു സബ്ഹെഡിംഗ് ആണ് പ്രിലിമിനറി നൊട്ടേഷൻസ് ആൻഡ് അസംഷൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില ചിഹ്നങ്ങളാണ് നമുക്കിനി പഠിക്കുവാനുള്ളത് എന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാൾ അങ്ങാടിയിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അല്ലേ. ഒരാൾ കുറേ സാധനങ്ങൾ വാങ്ങും. ആ സാധനങ്ങളൊക്കെ എല്ലാം കൂട്ടിയിട്ട് ആ ടോട്ടൽ സാധനങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് എന്ന് പറയുക? കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. കൺസംഷൻ ബണ്ടിൽ, അതായത് ഒരാൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെ മുഴുവനായിട്ടൊരു കെട്ടായിട്ട് നമ്മൾ സങ്കല്പിക്കണം എന്നർത്ഥം. അപ്പോൾ നമ്മളിവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് ചരക്കുകളാണ്, രണ്ട് ഗുഡ്സാണ് നമ്മളിവിടെ സങ്കല്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗുഡ്സ് ഇവിടെ തിരഞ്ഞെടുക്കാം. തേങ്ങ, മാങ്ങ എന്നോ അല്ലെങ്കിൽ ആന, ചേന എന്നോ ഇഷ്ടപ്പെട്ട രണ്ട് ഗുഡ്സ്, രണ്ട് ചരക്കുകൾ നിങ്ങൾക്കിവിടെ അനുമാനിക്കാം. ഏതായിരുന്നാലും നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള രണ്ട് ഗുഡ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ബനാനയാണ്, അതായത് പഴമാണ്. രണ്ട് മാംഗോയാണ്, അതായത് മാങ്ങയാണ് എന്നർത്ഥം. അപ്പോൾ ഈ രണ്ട് വസ്തുക്കളെയാണ് നമ്മുടെ പാഠത്തിലുടനീളം ഉദാഹരണമായിട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണമാക്കിയിട്ട് വെക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള രണ്ട് സാധനങ്ങൾ, ഒന്നാമത്തെ സാധനം ബനാന, രണ്ടാമത്തെ ചരക്ക് മാംഗോ അല്ലേ. ഇനി ഇവയുടെ അളവിനെ കുറിച്ച് സൂചിപ്പിക്കാൻ നമ്മൾ എക്സ് എന്നുള്ള വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. വേരിയബിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയെയും സൂചിപ്പിക്കാവുന്ന ഒരു സാധനം എന്നർത്ഥം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയുടെ അളവിനെ കുറിച്ചാണ് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബനാന 6 ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ബനാന 6 ഉണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? x1, അതായത് ഒന്നാമത്തെ സാധനത്തിൻ്റെ അളവ് എത്രയാണ്? ഒന്നാമത്തെ സാധനത്തിൻ്റെ അളവ് 6 ആണ്.
ഓക്കെ. ഇനി x2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ സാധനത്തിൻ്റെ, അതായത് മാംഗോയുടെ അളവിനെയാണ് x2 എന്നുള്ള രൂപത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് 4 എണ്ണമാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ 4 എന്നാണ് എഴുതുക എന്നർത്ഥം. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ 6, x2 എന്ന് പറഞ്ഞാൽ 4 എന്നർത്ഥം. അപ്പോൾ മുസമ്മിൽ അങ്ങാടിയിലേക്ക് പോയിട്ട് വാങ്ങിയത് ബനാനയും മാംഗോയുമാണ് എങ്കിൽ അവൻ്റെ ആ കവറിൽ എന്താണ് ഉണ്ടാവുക? 6 ബനാനകളും 4 മാംഗോയുമായിരിക്കും എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൺസംഷൻ ബണ്ടിൽ എന്ന് പറയാം. ഇതിനെ എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക എന്ന് വെച്ചാൽ ബ്രാക്കറ്റിനുള്ളിലായിട്ടാണ്. അതായത് ബ്രാക്കറ്റിലിട്ടിട്ട് x1, x2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ബണ്ടിലിനെ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങാടിയിലേക്ക് പോയിട്ട് 6 ബനാനയും എന്നുള്ളതുപോലെ 4 മാംഗോയും വാങ്ങിയിട്ടുള്ള മുസമ്മിലിൻ്റെ കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സൂചിപ്പിക്കാറുള്ളത്? 6, 4 എന്നുള്ള രൂപത്തിലായിരിക്കും എന്നർത്ഥം. ഓക്കെ. ഇനി മുസമ്മിൽ എന്ത് ചെയ്യാണ്? കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതായത് 10 ബനാനയും എന്നുള്ളതുപോലെ 5 മാംഗോയുമാണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ നമുക്കതിനെ 10,5 എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാം. ഓക്കെ. അപ്പോൾ എത്രയാണോ എണ്ണം എന്നതിനനുസരിച്ച് നമുക്ക് അതിൽ മാറ്റം വരുത്താം എന്നർത്ഥം. ഓക്കെ. ഏതായിരുന്നാലും x1, x2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കൺസംഷൻ ബണ്ടിലിനെ സൂചിപ്പിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള സബ് ഹെഡിങ് 2.1 യൂട്ടിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൽ നിന്നും ഒരാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് പറയാം. ഓക്കെ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് അതിലുണ്ടാകുന്ന സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം, അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയാം. മലയാളത്തിന് അതിനെക്കുറിച്ച് ഉപയുക്തത എന്ന് പറയും. അതിനേക്കാളും നല്ലത് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ. ഏതായിരുന്നാലും ഈ ഒരു യൂട്ടിലിറ്റി എന്നുള്ളത് ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഉനൈസിന് ബിരിയാണി വളരെ ഇഷ്ടമാണ് എന്ന് കരുതുക. എന്നാൽ ഖാദിറിനെ സംബന്ധിച്ചിടത്തോളം ബിരിയാണിയേക്കാളും കൂടുതൽ അവന് ഇഷ്ടം എന്താണ്? പൊറോട്ടയാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ബിരിയാണിയിൽ നിന്നും ഉനൈസിനുണ്ടാകുന്ന യൂട്ടിലിറ്റി അല്ല, സാറ്റിസ്ഫാക്ഷൻ അല്ല ഖാദിറിന് ബിരിയാണിയിൽ നിന്നും ഉണ്ടാകുന്നത് അല്ല. അപ്പോൾ അത് ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. അത് തികച്ചും സബ്ജക്റ്റീവാണ് എന്നർത്ഥം. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നത്. ഓക്കെ. എന്ന് മാത്രമല്ല ടൈമിനനുസരിച്ച് എന്നുള്ളതുപോലെ സ്ഥലത്തിനനുസരിച്ചുമൊക്കെ ഒരേ വസ്തുവിലുള്ള യൂട്ടിലിറ്റിയിൽ വ്യത്യാസപ്പെടാം. ഒരാൾക്ക് ചെറുപ്പകാലത്തുണ്ടാകുന്ന ആഗ്രഹമായിക്കൊള്ളണമെന്നില്ല വലുപ്പത്തിലുണ്ടാകുന്നത് അല്ലേ. എന്നുള്ളതുപോലെ സമ്മറിൽ ഒരാൾക്ക് AC വളരെ ആവശ്യമുണ്ടാകും. എന്നാൽ വിൻ്റർ ആകുമ്പോൾ, തണുപ്പ് കാലമാകുമ്പോൾ അതിലുള്ള യൂട്ടിലിറ്റി കുറയുമെന്നർത്ഥം. അപ്പോൾ ആളുകൾക്കനുസരിച്ച് എന്നുള്ളതുപോലെ സ്ഥലത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ചുമൊക്കെ യൂട്ടിലിറ്റിയിൽ വ്യത്യാസം വരാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ. ഏതായിരുന്നാലും ഈ യൂട്ടിലിറ്റിയെ 2 രീതിയിലാണ് നമ്മൾ ഈ പാഠഭാഗത്ത് അനലൈസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നുള്ള ഭാഗമാണ് നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്നും ഒരാൾക്കുണ്ടാകുന്ന യൂട്ടിലിറ്റിയെ നമ്മൾ നമ്പർ അനുസരിച്ച് എന്ത് ചെയ്യുകയാണ്? നമ്പർ കൊണ്ട് നമ്മൾ അളക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അർഫാസ് ധരിച്ചിരിക്കുന്ന ആ വസ്ത്രത്തിൽ നിന്നും അവനിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് 50 യൂണിറ്റ് എന്താണ്? സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഈ 50 യൂണിറ്റ് എന്നുള്ള രൂപത്തിൽ ഒരു നമ്പർ കൊണ്ട് യൂട്ടിലിറ്റി അളക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്പർ കൊണ്ട് എങ്ങനെയാണ് ഒരു സാറ്റിസ്ഫാക്ഷനെ അളക്കുക എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിൽക്കട്ടെ. ഏതായിരുന്നാലും ഇതിന് കീഴിലായിട്ട് നമുക്ക് പഠിക്കുവാനുള്ള 2 ടേംസുകളുണ്ട്. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി, അതിനെ നമുക്ക് TU എന്ന് വിശേഷിപ്പിക്കാം. മറ്റേതൊന്ന് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ. മാർജിനൽ യൂട്ടിലിറ്റിക്ക് നമുക്ക് MU എന്നുള്ള രൂപത്തിൽ നമുക്ക് സൂചിപ്പിക്കാം. ഓക്കെ. ഇനി ഒന്ന് സങ്കല്പിക്കുക, നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ ഫൈസൽ. ഓക്കെ. അപ്പോൾ ഫൈസൽ വിശന്ന് വലഞ്ഞ് നിൽക്കുകയാണ്. ആ അവസരത്തിൽ അവനക്കൊരു പഴക്കുല ലഭിച്ചു എന്ന് കരുതുക. ഓക്കെ. അപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ്? ഓരോ ബനാനയും ഇങ്ങനെ അകത്താക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? 10 ബനാനകൾ അകത്താക്കി എന്ന് കരുതുക. ഓക്കെ. 10 ബനാനകൾ അകത്താക്കി. അപ്പോൾ ഈ 10 ബനാനകളെ കൊണ്ട് അവനിക്ക് എന്തായിട്ട് അവൻ്റെ യൂട്ടിലിറ്റി ആയിട്ട് 40 യൂണിറ്റ് അവന് യൂട്ടിലിറ്റി ഉണ്ടായി, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. ഓക്കെ. അവൻ വീണ്ടും നിർത്തുന്നില്ല. 10ാമത്തത് കഴിഞ്ഞിട്ട് 11ാമത്തെ എന്തുകൂടി? 11ാമത്തെ ബനാന കൂടി അവൻ കഴിച്ചു. അപ്പോൾ അവന് എന്ത് ലഭിച്ചു? 42 യൂണിറ്റ് എന്ത് ലഭിച്ചു? യൂട്ടിലിറ്റി ലഭിച്ചു എന്ന് കരുതുക. അതായത് ഈ 11 ബനാനയും കൂടെ കഴിച്ചിട്ട് അവന് ടോട്ടലായിട്ട് ലഭിച്ചിട്ടുള്ള യൂട്ടിലിറ്റിയാണ് ഈ 42 യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ 42 എന്നുള്ളതാണ് ഈ 11 ബനാനയുടെ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ
യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് 11 ബനാനാസ് ഈസിക്കൽ ടു 42 എന്നർത്ഥം ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരൊറ്റ ബനാന കഴിച്ചത് കൊണ്ട് അവന് കൂടുതലായിട്ട് എന്ത് യൂട്ടിലിറ്റിയാണ് വന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ 11ാമത്തെ ബനാന കഴിച്ചപ്പോൾ അവൻ്റെ യൂട്ടിലിറ്റി റേറ്റ് 40-ൽ നിന്നും 42-ലേക്കാണല്ലോ മാറിയത്. അതായത് 11ാമത്തെ ബനാനയെ അതുകൊണ്ടുണ്ടായിരിക്കുന്ന യൂട്ടിലിറ്റി എന്നുള്ളത് എത്രയാണ്? ഈ 42 മൈനസ് 40 ആയിരിക്കും അല്ലേ? അതായത് 42 മൈനസ് 40 2 യൂട്ടിലിറ്റി ആയിരിക്കും എന്നർത്ഥം. 2 യൂണിറ്റ് യൂട്ടിലിറ്റി ആയിരിക്കും ഈ 11ാമത്തെ ബനാനയിൽ നിന്നും ഫൈസലിന് ലഭിച്ചിരിക്കുക. അപ്പോൾ MU അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് 11th ബനാന ഈസ് ഈക്വൽ ടു 42 മൈനസ് 40 2 യൂട്ടിലിറ്റി എന്ന് നമുക്ക് 2 യൂണിറ്റ് യൂട്ടിലിറ്റി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഏതായിരുന്നാലും ഇതിനെ ഇക്വേഷൻ വെച്ചുകൊണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒന്ന് മാറ്റി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് N, അതായത് N എന്ന് പറയുന്നത് ഇത്രാമത്തെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ 11ാമത്തെ ബനാന എന്നർത്ഥം. അപ്പോൾ nth ആയിട്ടുള്ള, അതായത് ഇത്രാമത്തെ ബനാനയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് N മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് N മൈനസ് 1 ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് 11th ബനാന. ഓക്കെ, N എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ബനാന എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഫൈസൽ അവസാനമായിട്ട് തിന്ന 11ാമത്തെ ബനാനയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? TUN, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് 11 ബനാന, അത് എത്രയായിരുന്നു? 42 ആയിരുന്നു. അതേ മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് N മൈനസ് 1, അതായത് N എന്ന് പറഞ്ഞാൽ 11, N മൈനസ് 1 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ TU ഓഫ് 10 എന്നർത്ഥം. അപ്പോൾ ആദ്യത്തെ 10 ബനാന തിന്നത് കൊണ്ട് അവനക്കുണ്ടായിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായിരുന്നു? നമ്മുടെ ഉദാഹരണത്തിന് 40 ആയിരുന്നു. അതായത് 2 യൂണിറ്റ് യൂട്ടിലിറ്റിയാണ് ഈ 11ാമത്തെ ബനാനയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്നർത്ഥം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ MUN ഈസ് ഈക്വൽ ടു TUN മൈനസ് TUN മൈനസ് 1 എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് രണ്ടും മനസ്സിലാക്കി? മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ് എന്നുള്ള കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ ആ സാധനത്തിൻ്റെ ഉപയോഗമനുസരിച്ച് അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആഷിക്ക് എന്ത് ചെയ്യുകയാണ്? വിശന്ന് വലഞ്ഞുകൊണ്ട് ഒരു വിവാഹത്തിന്, ഒരു കല്യാണത്തിന് പോവുകയാണ്. വിശന്ന് വലഞ്ഞതുകൊണ്ട് വീട്ടുകാരെയൊന്നും കാണാതെ നേരെ അവൻ എങ്ങോട്ടാണ് കയറിയത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ആ അവസരത്തിൽ അവൻ എന്ത് ചെയ്തു? ഒരു ടേബിളിലിരുന്നു. ആ ടേബിളിലിരിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്തു? അവൻ്റെ അടുത്തുള്ള ആൾ അവൻ എന്ത് ചെയ്തു? ഒരു 3 കയ്യിൽ ചോറ് അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ അവന് അയാളോട് ചെറിയ ഒരു ദേഷ്യമാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനിക്ക് 3 കയ്യിൽ ചോറ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ദേഷ്യമാണ് അവന് തോന്നിയത്. ഏതായിരുന്നാലും അത് കഴിച്ചതിന് ശേഷം പിന്നീടും ഭക്ഷണം ഇടാം എന്നുള്ള അർത്ഥത്തിൽ അവനത് കഴിച്ചു. അങ്ങനെ അത് കഴിച്ച് തീരുമ്പോഴേക്ക് എന്ത് ചെയ്തു? അവൻ്റെ മറ്റേ ഭാഗത്തിരിക്കുന്ന ആൾ 2 കയ്യിൽ ചോറ് കൂടി അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു എന്ന് കരുതുക. ഓക്കെ, ഈ അവസരത്തിൽ അവന് മറ്റേ ആളോട് എന്താണ് തോന്നിയത്? ഒരു ഇഷ്ടമാണ് തോന്നിയത്. കാരണം തനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ള ആൾ ഇട്ടു തന്നല്ലോ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അങ്ങനെ അതും കഴിച്ച് കഴിയാൻ നേരത്തെ എന്ത് ചെയ്യാണ്? അവന് ആദ്യം ഇട്ട് കൊടുത്തിരുന്ന ആൾ ഒരു 2 കയ്യിൽ ചോറ് കൂടെ അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ അതും ഓക്കെ, കുഴപ്പമില്ല, അതും അവന് കഴിച്ചു, ഫുള്ളാക്കി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ, അതായത് അവന് എന്ത് ചെയ്യുകയാണ്? ഭക്ഷണം കഴിച്ചതൊക്കെ മതി എന്നുള്ള അർത്ഥത്തിലിരിക്കുമ്പോൾ അവൻ്റെ മറ്റേ ഭാഗത്തുള്ള ആൾ എന്തുകൂടി ചെയ്യുകയാണ്? ഒരു കയ്യിൽ ചോറ് കൂടെ അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടുവെന്ന് കരുതുക. ഓക്കെ, ഈ അവസരത്തിൽ അവന് പിന്നീട് എന്തുണ്ടാകും? ആ ബിരിയാണിയുടെ ഒരു മടുപ്പുണ്ടാകും അല്ലേ? ഇനിയും കഴിക്കാൻ കഴിയൂല എന്നുള്ളൊരവസ്ഥ വരും. എന്നിരുന്നാലും അവൻ എന്ത് ചെയ്തു എന്ന് കരുതുക? അതും കഴിച്ചു, എങ്ങനെയൊക്കെ അകത്താക്കി എന്ന് കരുതുക. അപ്പോൾ പിന്നെ മറ്റേയാൾ എന്തുകൂടി ചെയ്യുകയാണ്? ഒരു കയ്യിൽ ചോറ് കൂടി അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവന് സ്വാഭാവികമായിട്ടും എന്ത് വരും? അയാളോട് ദേഷ്യമുണ്ടാകും അല്ലേ? കാരണം ആദ്യം അയാളോട് ദേഷ്യം തോന്നിയത് എന്തുകൊണ്ടായിരുന്നു?
അവന് കൂടുതൽ ചോറ് ആവശ്യമുണ്ടായിട്ടും 3 കൈല് ചോറ് മാത്രമേ ഇട്ട് തന്നിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടായിരുന്നു. എന്നാൽ അവസാനം അയാൾക്ക് ദേഷ്യം തോന്നിയത് എന്തുകൊണ്ടാണ്? 1 കൈല് ചോറ് ഇട്ട് തന്നിട്ടും തനിക്ക് കഴിയാത്തത് ഇട്ട് തന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഒരു സാധനം ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അയാൾക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. ഓക്കെ, അതായത് ആദ്യത്തെ 3 കൈല് ബിരിയാണിയോട് അവനുണ്ടായിരുന്ന യൂട്ടിലിറ്റി അല്ല അവസാനത്തെ, അതായത് കുറേ കഴിച്ചതിന് ശേഷം അവസാനത്തെ എന്തിനുണ്ടാകുന്നത്, 1 കൈല് ബിരിയാണിക്ക് ഉണ്ടാകുന്നത് എന്നർത്ഥം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. മാർജിനൽ യൂട്ടിലിറ്റി ഒരു സാധനത്തിൻ്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം. ഇതിന് ഒരു ലോ ആയിട്ട് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്നർത്ഥം. അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു സാധനത്തിൻ്റെ ഉപയോഗമനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള വസ്തുതയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലായിട്ട് ഒരു ടേബിളും എന്നുള്ളതുപോലെ ഒരു ഗ്രാഫും നമുക്ക് കാണാം. അതായത് നമ്മുടെ ഫൈസൽ തന്നെ ആയിക്കോട്ടെ, ഫൈസൽ എന്ത് ചെയ്തു, ആദ്യത്തെ ബനാന കഴിച്ചപ്പോൾ, 1ാമത്തെ ബനാന കഴിച്ചപ്പോൾ, അവരുടെ ടേബിൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. 1ാമത്തെ ബനാന കഴിച്ചപ്പോൾ അവനുണ്ടായിരുന്ന TU എന്നുള്ളത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്നുള്ളത് 12 ആയിരുന്നുവെന്ന് സങ്കല്പിക്കുക. മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളതും അപ്പോൾ 12 തന്നെയായിരിക്കും. കാരണം 1ാമത്തെ ബനാന കൊണ്ട് ഫൈസലിനുണ്ടാകുന്ന യൂട്ടിലിറ്റിയാണ് 12 എന്നുള്ളത്, അല്ലേ. ഇനി 2ാമത്തെ ബനാന കഴിച്ചപ്പോൾ അവൻ്റെ യൂട്ടിലിറ്റി റേറ്റ് എത്രയായിട്ട് മാറി, 18 ആയിട്ട് മാറി. അതായത് അതിനുണ്ടാകുന്നതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 6 ആയിരിക്കും, അല്ലേ. ഇനി 3ാമത്തെ ബനാന കഴിച്ചപ്പോൾ അവൻ്റെ യൂട്ടിലിറ്റി 22 അതായത് അതുകൊണ്ടുണ്ടായ മാർജിനൽ യൂട്ടിലിറ്റി 4 ആയിരിക്കും, അല്ലേ. ഇനി 4ാമത്തത് കഴിച്ചപ്പോഴോ അവൻ്റേത് ടോട്ടൽ യൂട്ടിലിറ്റി 24 അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 2 ആയിരിക്കും, അല്ലേ. പിന്നെ 5ാമത്തത് കഴിച്ചപ്പോഴും അവൻ്റെ യൂട്ടിലിറ്റി എത്ര തന്നെയാണ്, 24 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ 0 ആണ് എന്നർത്ഥം. കാരണം 4ാമത്തെ ബനാന കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് 5ാമത്തത് കഴിച്ചപ്പോഴും ഫൈസലിനുണ്ടായിരുന്നത്. നമ്മുടെ ആഷിഖ് എന്ത് ചെയ്തപ്പോൾ ആ അഞ്ചാമത്തെ കയ്യിൽ ചോറ് തിന്നപ്പോഴുണ്ടായിരുന്ന അവൻ്റെ അവസ്ഥയാണ് എന്നർത്ഥം. ഓക്കെ, അതിനും ശേഷം പിന്നെയും എന്ത് ചെയ്യുകയാണെങ്കിൽ, ഫൈസൽ ഒരു ബനാന കൂടി കഴിക്കുകയാണ് എങ്കിൽ അതിന് പിന്നെ നെഗറ്റീവ് ആകും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. അതായത് 6ാമത്തെ ബനാന കഴിച്ചപ്പോൾ അവൻ്റെ വയറിന് തീരെ സുഖമില്ലാതായി, അതായത് അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു. അതായത് 22 ആയിട്ട് അവൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞുവെന്ന് കരുതുക. അപ്പോൾ അവൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിട്ട് മാറുന്നു, അത് -ലേക്ക് മാറുന്നു, -2 മാറുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത് സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫും അവിടെ കാണാവുന്നതാണ്. ആ ഗ്രാഫിൽ ടോട്ടൽ യൂട്ടിലിറ്റിയുടെയും എന്നുള്ളതുപോലെ മാർജിനൽ യൂട്ടിലിറ്റിയുടെയും എന്ത് കാണാവുന്നതാണ്, അടയാളപ്പെടുത്തൽ കാണാവുന്നതാണ്. ഏതായിരുന്നാലും ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഒരു സാധനം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിലുള്ള യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്നുള്ള വസ്തുതയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ ഡെറൈവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ കമോഡിറ്റി എന്നുള്ള ഭാഗമാണ്. ഓക്കെ, അതായത് ഡിമാൻഡ് കർവിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത് എന്നർത്ഥം. ഓക്കെ, ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വസ്തുവിൻ്റെ വിലയും എന്നുള്ളത് പോലെ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുടെ കയ്യിലുള്ള കാശുമൊക്കെ അനുസരിച്ചുകൊണ്ട് ആ ഒരു സാധനം എത്ര ക്വാണ്ടിറ്റിയാണോ ഒരാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇനി ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാലോ, ഒരു വസ്തുവിൻ്റെ വില മാറുന്നതിനനുസരിച്ച് അതിലുള്ള ഒരാളുടെ ഡിമാൻഡിലും മാറ്റം വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അസ്ബാക്കിന് എന്ത് വേണം, കളിക്കാനുള്ള ബോൾ വേണം. ഓക്കെ, ക്രിക്കറ്റ് ബോൾ വേണമെന്നർത്ഥം. എന്നാൽ അവന് എന്ത് ചെയ്യും, ഈ ബോളിൻ്റെ വില അന്വേഷിക്കുമ്പോൾ വിലയിൽ മാറ്റമുണ്ട് എങ്കിൽ, ഒരേ ബോളിന് തന്നെ വ്യത്യസ്ത കടകളിൽ വ്യത്യസ്തമായിട്ടുള്ള വിലയാണ് എങ്കിൽ അവനത് വാങ്ങിക്കുന്ന അവൻ്റെ ആ ക്വാണ്ടിറ്റിയിലും വ്യത്യാസമുണ്ടാകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ആ ഒരു പന്തിനിക്ക് 40 രൂപയാണ് വില എന്ന് കരുതുക. ഓക്കെ, 40 രൂപയാണ് വില എങ്കിൽ അവനതിന് എന്ത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്, 5 ബോളുകൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു ബോളിന് 40 രൂപയാകുമ്പോൾ. ഓക്കെ,
ഇനി ആ ബോളിന് എത്ര രൂപയാണ്? 30 രൂപയാണ് എന്ന് സങ്കല്പിക്കുക. 30 രൂപയാണ് എങ്കിൽ അവനത് 40 ആകുമ്പോൾ 5 എണ്ണമായിരുന്നു വാങ്ങിയിരുന്നതെന്നാൽ 30 ആകുമ്പോൾ ചിലപ്പോൾ അവൻ അതിനേക്കാളും വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു 15 എണ്ണമൊക്കെ അവൻ വാങ്ങാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇനി ആ ബോളിന് 20 രൂപയാണ് എങ്കിലോ? 20 രൂപയാണെങ്കിൽ അവന് 30നേക്കാളും കൂടുതൽ വാങ്ങാനുള്ള സാധ്യത ഏറെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അവനൊരു 30 എണ്ണം ചിലപ്പോൾ അതിന് വാങ്ങിയേക്കാം എന്നർത്ഥം. ഓക്കെ, ഇനി ആ ബോളിന് 10 രൂപയാണ് എങ്കിലോ? 10 രൂപയാണെങ്കിൽ അവനത് ഒരു 55 ബോളുകൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു സാധ്യത മാത്രമാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി കണക്കാക്കുന്നത്. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ അവൻ വാങ്ങുന്ന ബോളിൻ്റെ ക്വാണ്ടിറ്റി കണക്കാക്കുന്നത്. അപ്പോൾ ആ ബോളിന് 50 രൂപയാണ് എങ്കിൽ അവൻ തീരെ അത് വാങ്ങാനുള്ള സാധ്യതയില്ല. അവനത് 0 ആയിരിക്കും വാങ്ങുക. ഇനി ഓരോ ബോളിനും 40 രൂപയാണെങ്കിലോ അവനത് 5 എണ്ണം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. 30 രൂപയാണെങ്കിൽ അത് 15 എണ്ണം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. 20 രൂപയാണ് എങ്കിൽ അത് 30 എണ്ണം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. 10 രൂപയാണ് ഓരോ ബോളിനും എന്നുണ്ടെങ്കിൽ അവനത് 55 എണ്ണം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ സാധ്യത മാത്രമാണ് പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏതായിരുന്നാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു സാധനത്തിൻ്റെ വില കുറയുന്നതിനനുസരിച്ച് അതിലുള്ള ക്വാണ്ടിറ്റി, അത് വാങ്ങാൻ ഒരാൾ ഉദ്ദേശിക്കുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണോ അവൻ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അത് കൂടും എന്നർത്ഥം. ഓക്കെ, അതായത് ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? 50 രൂപയാണെങ്കിൽ അവൻ തീരെ വാങ്ങുകയില്ല. എന്നാൽ 40 രൂപയാണെങ്കിൽ 5 എണ്ണം വാങ്ങും. 30 രൂപയാണെങ്കിൽ 15 എണ്ണം വാങ്ങും. 20 രൂപയാണെങ്കിൽ എത്ര എണ്ണം വാങ്ങും? 30 എണ്ണം വാങ്ങും. 10 രൂപയാണെങ്കിൽ 55 എണ്ണം വാങ്ങും. പിന്നീട് ഇങ്ങനെ വില കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അവന് അത് വാങ്ങുന്ന ക്വാണ്ടിറ്റിയും അവൻ്റെ ഡിമാൻഡും അധികരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സാധനത്തിൻ്റെ വിലയും എന്നുള്ളത് പോലെ അതിലുണ്ടാകുന്ന ഒരാളുടെ ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുകയാണ് ചെയ്യാറുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിൻ്റെ വില കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിതിന് ഈ ലോ ഓഫ് ഡിമാൻഡിനെ നമുക്ക് നേരത്തെ പഠിച്ച ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരാളുടെ കയ്യിലുള്ള സാധനം കൂടുന്നതിനനുസരിച്ച് അയാൾക്ക് അതിലുള്ള യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണല്ലോ ആ ഒരു ലോയിൽ പറയുന്നത്. അതേ ഒരു കാര്യം തന്നെ നമുക്ക് ഇവിടെയും കാണാവുന്നതാണ്. അതായത് ഒരാളുടെ കയ്യിൽ, നമ്മുടെ ഉദാഹരണത്തിൽ അസ്ബാക്കിൻ്റെ കയ്യിൽ തീരെ പന്തുകൾ ഇല്ലാതിരുന്നപ്പോൾ 40 രൂപയ്ക്ക് വരെ 5 പന്തുകൾ കൈപ്പറ്റാൻ അവൻ ഒരുക്കമായിരുന്നു. ഓക്കെ, എന്നാൽ അവൻ്റെ കയ്യിൽ പിന്നീട് കൂടുതൽ പന്തുകൾ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. അതായത് 15 പന്തുകൾ അവൻ്റെ കയ്യിൽ കിട്ടാനിരിക്കുമ്പോൾ അവൻ അത് 40 രൂപയ്ക്ക് വാങ്ങാൻ അവൻ ഒരുക്കമല്ല. മറിച്ച് 30 രൂപയാണെങ്കിൽ മാത്രമേ അവനത് 15 എണ്ണം വാങ്ങാൻ അവൻ ഒരുക്കമാകുന്നുള്ളൂ. ഓക്കെ, ഇനി അവനത് 30 എണ്ണം വാങ്ങാൻ സാധിക്കുമ്പോഴോ? 30 എണ്ണം വാങ്ങാൻ സാധിക്കുമ്പോൾ അവന് 30 രൂപ പോലും ഓരോന്നിനും കൊടുക്കാൻ അവൻ ഒരുക്കമല്ല. കാരണം അവൻ്റെ യൂട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരുന്നു. അപ്പോൾ 20 രൂപ കൊടുത്തിട്ട് അവനത് വാങ്ങാൻ ഒരുക്കമാകും എന്നർത്ഥം. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കൊരു സാധനത്തിൻ്റെ എന്ത് കൂടുന്നതിനനുസരിച്ച്, ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് അതിലുള്ള യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാശ് കൊടുത്തിട്ട് ആ സാധനം പിന്നീട് അവൻ വാങ്ങുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഡിമാൻഡും എന്നുള്ളതുപോലെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം ഇന്ന് ഇത്രയും മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.